വെൽക്കം ഓൾ ഓഫ് യു. അപ്പോ നമ്മള് ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ പേപ്പർ 1ന്റെ ഡിസ്ക്രിപ്റ്റീവ് മാത്സിന്റെ കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോ നമുക്കറിയാം ക്വസ്റ്റ്യൻസ് എന്താണ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആണ്, അതായത് 2 മാർക്സും 4 മാർക്സും ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. അപ്പോ നമുക്ക് സെഷനിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്: find the proper subdivisors of 340 and 466. Compute the sum of all proper subdivisors. അതായത് പ്രോപ്പർ സബ്ഡിവൈസേഴ്സ് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. 340യുടെയും 460യുടെയും പ്രോപ്പർ സബ്ഡിവൈസേഴ്സ് ഏതൊക്കെയാണ്? അപ്പോ 340യുടെ പ്രോപ്പർ സബ്ഡിവൈസേഴ്സ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ 340നെ ഫാക്ടറൈസ് ചെയ്യാം. 340യെ ഫാക്ടറൈസ് ചെയ്യാന്ന് പറയുമ്പോൾ 2 കൊണ്ട് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരും? 17 into 2 ആണ് 34 അല്ലെ. 1 2s are 2, ബാലൻസ് 4, അപ്പൊ 14 വരും. 7 2s are 14, പിന്നെ 0. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? 2 വെച്ച് തന്നെ ചെയ്യാൻ പറ്റും ഇല്ലേ? കാരണം ലാസ്റ്റ് 0 ആൻഡ് അഗൈൻ നമുക്ക് 2 വെച്ച് ചെയ്യാൻ പറ്റും. സോ 8 2s are 16 വരും, ബാലൻസ് 10, അപ്പൊ എന്ത് വരും? 5 വരും ആണല്ലോ. 5 2s are 10. പിന്നെ ഇത് 5 വെച്ച് പോവും ആണല്ലോ. 5 വെച്ച് പോകുമ്പോ എന്ത് വരും? 1 5s are 5, 3 ബാലൻസ് വരും 35, 7 5s are 35 ആണല്ലോ. 17. അപ്പൊ നമുക്ക് മനസ്സിലായി 17 എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രൈം ഡിവൈസർ ആണ് അല്ലെ. അപ്പോ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാ ഇതിനെ എങ്ങനെ ചെയ്യാന്ന് വെച്ചാ 2 into 2 into അപ്പൊ എത്ര 2 ഉണ്ട്? 2 2 ഉണ്ട് അല്ലെ. അപ്പൊ 2 square into 5 into 17. അപ്പൊ ഇതാണ് എന്ത് പറയുന്നത്? ദ പ്രോപ്പർ സബ്ഡിവൈസേഴ്സ് ഓഫ് 340. അതായത് അതിനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതുക എന്നുള്ളത് മാത്രമേ നമ്മുടെ എയിം ഉള്ളൂ. എന്താ ഈ ഡിവൈസേഴ്സ് എന്ന് പറയുമ്പോൾ? ഡിവൈസേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും എന്ന് വെച്ചാല് 340യെ കൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് എന്താണ് ഡിവിസിബിൾ ആവുന്നത് അല്ലെ. ഏതെല്ലാം നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ 340 കിട്ടും, അതാണ് അതിന്റെ ഡിവൈസേഴ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് പറയാം അതിന്റെ പോസിറ്റീവ് ഡിവൈസേഴ്സ് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ, ആരുടെയാണ് പോസിറ്റീവ് ഡിവൈസേഴ്സ് ഓഫ് 340 ഏതൊക്കെയാന്ന് ചോദിച്ചാൽ നമുക്കറിയാം 1ഉം 340 അല്ലെ. 1 into 340 340 അല്ലേ. പിന്നെ ഏതാണ്? 2 into 170 ആണല്ലോ. അപ്പൊ നമ്മൾ അത് മാത്രം നോക്കുക. 1 into 340 340. അപ്പൊ 1ഉം 340യും ആണ്. ഇതിന്റെ ഇടയ്ക്ക് കുറെ നമ്പേഴ്സ് ഉള്ളതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്താത്തത്, അവിടെ ഇത് എഴുതാത്തത്. അടുത്ത എന്താണ്? 1 into 340 340. അതുപോലെ 2 into 340 അല്ലെ. 2 into എത്രയാണ്? 170 ആണല്ലോ. അപ്പൊ ഇവിടെ എന്ത് വരും? 170. അതും എന്ത് തന്നെയാണ്? 340. അപ്പൊ 2ഉം 170 എല്ലാം ഇങ്ങനെയാണ് പോകുന്നത് അല്ലെ. 3 വെച്ച് ഫാക്ടറൈസ് അല്ല അല്ലെ, നമുക്ക് മനസ്സിലായി. കാരണം ഇവിടെ 3യുടെ അംശമൊന്നും ഇല്ല. പിന്നെ ഏതേ ഉള്ളൂ? 5 ഉണ്ടല്ലേ. പക്ഷെ ഇതിന്റെ ഇടയിലുണ്ടല്ലോ 2 into 2 4 ഉണ്ടല്ലോ. അപ്പൊ 4 into എത്രയാണെന്ന് നോക്കുക. 4 into 85 ആണ് ഇതെന്ന് പറയുന്നത് 170. അപ്പൊ ഇത് നമ്മൾ കണ്ടുപിടിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഡിവൈസേഴ്സ് ഏതൊക്കെയാന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് എഴുതാനായിട്ട് ഇതിൽ നിന്ന് നമുക്ക് പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഇത് എഴുതുന്നത്. അപ്പൊ 1 2 4. അപ്പൊ ഇനി അടുത്ത എന്താണ്? അടുത്ത് നോക്കുമ്പോ എന്താണ്? 5 വെച്ച് പോകും അല്ലെ. അപ്പൊ 5 into എത്രയാണ്? 5 into നമുക്ക് നോക്കാം. 5ന് 340 എത്രയാണ് നോക്കിയേ, എത്ര വരും? ഈ 2ഉം 174ഉം 170 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 170 into 4 ചെയ്താൽ മതി. 0 7 4s are 28, 2 ബാലൻസ് 1 4 5 6 അല്ലെ. അപ്പൊ എത്ര വരും? 68 ആണ് കേട്ടോ. അപ്പൊ എന്താണ്? ഈ രീതിയിലാണ് നമുക്ക് ചെയ്ത് നോക്കേണ്ടത്. അപ്പൊ 1 2 4 5. പിന്നെ ഇനി അടുത്ത ഏതാണ്? എപ്പോഴും നമ്മൾ ആദ്യം മുതലേ നോക്കുന്നത്. അപ്പൊ ഇത് നോക്കുമ്പോൾ ഇതിന്റെ കൂടെയുള്ള ബാക്കി ആൾക്കാരെയും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ എഴുതുന്നു. 5 into 68 അല്ലെ. 68 into 5 നോക്കാലോ. 8 5s are 30, 3 ബാലൻസ് 8 5s are 40, 4 ബാലൻസ് 6 5s are 30, 30 plus 4 340. കണ്ടോ? അതായത് 1 into 340 340, 2 into 170 340, അടുത്ത 4 into 85 340, അടുത്ത എന്താണ്? 5 into 68 340. ഇനി അടുത്ത 6 ഉണ്ടോ? നമ്മൾ ഓൾറെഡി പറഞ്ഞു 3 ഇതിന്റെ ഒരു ഫാക്ടർ അല്ല എന്ന് പറഞ്ഞാൽ 2ഉം 5ഉം 17ഉം മാത്രം ഇതിന്റെ ഫാക്ടേഴ്സ്. അപ്പൊ നമുക്ക് അടുത്ത് എന്ത് എടുക്കാം? 10 into എത്ര എടുക്കാം? 10 into എത്രയാ വരുന്നത് പറഞ്ഞേ? 10 into 34 അല്ലെ. അപ്പൊ 340 വരും. അപ്പൊ 10ഉം 34ഉം ആണല്ലോ. ഇനി ഇതിന്റെ ഇടയ്ക്ക് നമ്പർ ഉണ്ട്. അപ്പൊ 1 2 4 5 10. പിന്നെ 10 കഴിഞ്ഞു. അടുത്ത നോക്കി ഏതുണ്ട്?
20 ഉണ്ടല്ലേ, ഇനി 20യും 70 ആണ്. അപ്പൊ ഇത്രയുമാണ്, ഇല്ലാതെ ഇനി വേറെ വരില്ലല്ലോ. അപ്പൊ ഇത്രയുമാണ് ഡിവൈസേഴ്സ് എന്ന് പറയുന്നത്. അത് ഏതിൽ നിന്നാണ്, നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് കിട്ടിയതിൽ നിന്നാണ് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പൊ ഞാൻ ഒന്നുകൂടെ എഴുതാം. ഏതൊക്കെയാണ്? 1, 2, 4, 5, 10, 20, 10, 17, 20 ആണ് കേട്ടോ. പക്ഷെ അതിന്റെ രീതിയിൽ ഞാൻ പോവുകയാണ്. 17, 34, 68, 85, 170 and 340. These are the divisors of ഏതാണ്? 340. ഇനി ഇതിനകത്ത് പ്രോപ്പർ സബ് ഡിവൈസേഴ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. പ്രോപ്പർ സബ് ഡിവൈസേഴ്സ് എന്ന് പറഞ്ഞാല് നമ്മൾ ആരെ അങ്ങ് എക്സ്ക്ലൂഡ് ചെയ്യും? ഈ 1340 ആ നമ്പറിനെ അങ്ങ് എക്സ്ക്ലൂഡ് ചെയ്യും, ആ പെർട്ടിക്കുലർ നമ്പറിനെ അങ്ങ് കളയും. അതാണ് എന്ത് പറയുന്നത്? പ്രോപ്പർ ഡിവൈസേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എക്സ്പ്ലനേഷൻ നോക്കിയേ. ആദ്യം നമ്മൾ ഫാക്ടറൈസ് ചെയ്തു, എന്നിട്ട് ഇതിന്റെ പോസിറ്റീവ് ഡിവൈസേഴ്സ് എല്ലാം നമ്മൾ എഴുതി. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി പ്രോപ്പർ സബ് ഡിവൈസേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്ക്ലൂഡിംഗ് ദ നമ്പർ ഇറ്റ് സെൽഫ്, അതായത് 340 അങ്ങ് കളഞ്ഞാൽ മതി. ഇനി നോക്കിയേ, ഇനി സം ഓഫ് പ്രോപ്പർ ഡിവൈസേഴ്സ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അല്ലെ, നമ്മളോട് ചോദിച്ചിട്ടുണ്ട് കമ്പ്യൂട്ട് ദ സം ഓഫ് ഓൾ പ്രോപ്പർ ഡിവൈസേഴ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോ സം ഓഫ് ഓൾ പ്രോപ്പർ ഡിവൈസേഴ്സ് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ ഇത്രയും കൂട്ടി കൂട്ടി എഴുതുന്നതിനേക്കാളും നിങ്ങൾ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ടാവും അല്ലെ. എന്താണ് ഫോർമുല? ഇഫ് n is equal to P1 raised to K1, ഇത്രയും പ്രോപ്പർ ഡിവൈസേഴ്സ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യുന്നത്. P2 etc. PR raised to KR, then sum of divisors is equal to P1 raised to K1 plus 1 minus 1 by P1 minus 1 into P2 raised to K2 plus 1 divided by, minus 1 divided by P2 minus 1 etc. Last term PR raised to KR plus 1 minus 1 divided by PR minus 1. ഇതാണ് എന്ത് പറയുന്നത്? സം ഓഫ് ഡിവൈസേഴ്സ് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്തല്ലേ, 340 ഫാക്ടറൈസ് ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? 2 square into 5 into 17 എന്ന് കിട്ടി അല്ലെ. നമുക്ക് എന്ത് കിട്ടി? 2 square into 5 into 7. അപ്പൊ ഇവിടത്തെ പ്രൈം നമ്പേഴ്സ് ആണ് ഈ P1, P2, P3 എന്ന് പറയുന്നത് അല്ലെ. അതായത് നമുക്ക് ഇവിടെ 3 എണ്ണേ ഉള്ളൂ, 2, 5 and 17. P1 എന്ന് പറയുന്നത് 2, P2 എന്ന് പറയുന്നത് 5, P3 എന്ന് പറയുന്നത് 17. K1 എന്ന് പറയുന്നത് ഈ പവർ ആണ്, അതായത് ആദ്യത്തേൽ 2 ആണ്, രണ്ടാമത്തെ ഒന്നുമില്ലല്ലോ, അതിന്റെ അർത്ഥം എന്താ? 1 ആണ്, അതാണ് K2. അടുത്ത എന്താ? 17 പവർ 1 ആണ് K3 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സം കണ്ടുപിടിച്ചാലോ? ഈക്വൽ ടു P1 raised to, P1 എന്ന് പറഞ്ഞാൽ 2 raised to എന്താണ്? 2 plus 1 minus 1 divided by P1 minus 1 into അടുത്ത എന്താ? 5 raised to 1 plus 1 minus 1 by എന്താണ്? 5 minus 1 into അടുത്ത എന്താ? 17 raised to 1 plus 1 minus 1 by 17 minus 1. ഇതാണ് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇത്രയും ഒരു എന്താണ്, ഇത്രയും എഴുതുന്നതിന് പകരം, ഇത്രയും കൂട്ടിക്കൂട്ടിയിരിക്കുന്നതിന് പകരം നമുക്ക് ഈ ഫോർമുല എഴുതി ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. അതായത് 2 raised to plus എന്താണ്? 2 cube minus 1 by 1 into 5 square minus 1 by 4 into 17 square അല്ലെ. അതെ, 17 square minus 1 by 16 ആണ് ഫോർമുല അല്ലെ. അപ്പോ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല്, എങ്ങനെ എഴുതാന്ന് വെച്ചാൽ എങ്ങനെ വരും? 8 minus 1 7 by 1 into 25 minus 1 24 by 4 into 17 minus 1 16 by എത്രയാണ്? 16. 17 സ്ക്വയർ ആണല്ലേ, 17 സ്ക്വയർ എന്ന് പറയുമ്പോൾ 289. അപ്പൊ 288 by 16. ഇതിനെ ക്യാൻസൽ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വാല്യൂ കണ്ടുപിടിക്കും. ഇതിനേക്കാളും എളുപ്പമുള്ള ഒരു മെത്തേഡാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് യൂസിങ് ദ ഡിവൈസേഴ്സ് സം ഫോർമുല എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒരു ടൈപ്പ് ഓഫ് ഫോർമുലയാണ്. അതിന് നമുക്ക് ഒരു എന്താണ്, ഇതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആകുമ്പോഴത്തേക്കും ഇതിനാ നമുക്ക് ഇത്രയും വലിച്ചൊരു എഴുതണ്ട. എന്ത് എഴുതിയാൽ മതി എന്ന് വെച്ചാല് സം ഓഫ് ഡിവൈസേഴ്സ് ഈസ് ഈക്വൽ ടു, ഇത് ആദ്യം എഴുതിയത് ഒരു ഫോർമുലയാണ്, അതിന്റെ തന്നെ വേറൊരു ഫോർമുലയാണ് ഇതെന്ന് പറയുന്നത്. 1 plus P1 plus etc plus P1 raised to K1 into 1 plus P2 plus P2 square plus etc plus P2 raised to K2
അടുത്ത എന്താ 1 പ്ലസ് എക്സെട്ര പ്ലസ് അല്ലെ 1 പ്ലസ് പി ആർ പ്ലസ് എക്സെട്ര പ്ലസ് പി ആർ റേസ് ടു കെ ആർ. ഈ ഒരു ഫോർമുല നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി സം ഓഫ് ഡിവൈസേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ ഫോർമുലയിൽ എഴുതിയാൽ മതി. അതായത് എന്തുവരും 1 പ്ലസ്, അപ്പൊ നമുക്കിവിടെ അറിയാം നമ്മൾ 314 എങ്ങനെ എഴുതിയത് 2 സ്ക്വയർ ഇൻറ്റു 5 ഇൻറ്റു 17 എന്നുള്ള രീതിയിലാണ് എഴുതിയത്. അപ്പൊ എങ്ങനെ വരും 1 പ്ലസ് 2 പ്ലസ് k1 എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലെ, സ്ക്വയർ ആണ്. അതായത് 2 സ്ക്വയർ, അതായത് 4 വരെ വരും. അടുത്തത് 1 പ്ലസ് അടുത്ത എന്താ 5 അല്ലെ, 5 റേസ്റ്റ് 1 അല്ലേ ഉള്ളൂ. അടുത്ത എന്താ 1 പ്ലസ് 17. മറ്റേത് നമ്മൾ ക്യാൻസൽ ചെയ്താൽ ഇതേപോലെ തന്നെ വരും, യാതൊരു വ്യത്യാസവും ഇല്ല. എന്ത് വരും 4 പ്ലസ് 2 6 പ്ലസ് 1 7 ഇൻറ്റു 1 പ്ലസ് 5 6 ഇൻറ്റു 18. നേരത്തെ നമ്മൾ 25/4 ചെയ്തപ്പോൾ നമുക്ക് എന്ത് വന്നില്ലേ, അതേ കാര്യം തന്നെ അവിടെ നമ്മൾ 288 ചെയ്തിരുന്നെങ്കിൽ ഇതേ ലെവൽ തന്നെ വന്നേനായിരുന്നു. അപ്പൊ അത് ക്യാൻസൽ ചെയ്ത് കളയാനൊക്കെ പാടായോണ്ട് ആണ് നമ്മൾ 2 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുന്നത്. നമുക്ക് ഇത് മതി. എന്താണ് 1 പ്ലസ് P1 പ്ലസ് P1 raised to K1 into 1 plus P2 plus P2 square plus etc. plus P2 raised to K2. അതിന്റെ പ്രൈം പവറിന്റെ എത്രയാണ് അതുവരെ ഉള്ളത് നോക്കുക. അപ്പൊ ഇവിടെ എന്ത് വരും 7 into 6 into 18 അല്ലെ, 7 6 are 42, 42 into 18 എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടൂല. എന്താണ് നമ്മുടെ ഇതിപ്പോ സം ഓഫ് ഡിവൈസേഴ്സ് ആണ് അല്ലെ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, സം ഓഫ് പ്രോപ്പർ ഡിവൈസേഴ്സ് എന്നായിരുന്നു. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്രോപ്പർ ഡിവൈസറിൽ ആര് എക്സ്ക്ലൂഡ് ചെയ്യണം, നമ്മുടെ നമ്പർ എക്സ്ക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ 8 to 16 1 ബാലൻസ്, 8 4s are 32 33, 1 2s are 2, 1 4s are 4, 6 5 7. അപ്പോ സം ഓഫ് ഡിവൈസേഴ്സ് എന്ന് പറയുന്നത് 756 ആണ്. നമ്മളോട് ചോദിച്ചത് സം ഓഫ് പ്രോപ്പർ ഡിവൈസേഴ്സ് അല്ലേ. അപ്പൊ 756ൽ നിന്നും ആര് നമ്മൾ സബ്ട്രാക്ട് ചെയ്യേണ്ടി വരും, ഈ നമ്മുടെ കറക്റ്റ് നമ്പർ ആയ 340 അങ്ങ് സബ്ട്രാക്ട് ചെയ്യേണ്ടി വരും. കാരണം ആ നമ്പറിനെ എക്സ്ക്ലൂഡ് ചെയ്യണമെന്നല്ലേ പറയുന്നത്. അപ്പൊ 1 4, സോ 416 ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. കണ്ടോ 416. അപ്പൊ ആ ഫോർമുല ഇവിടെ ഉണ്ട്. എന്താണ് ഫോർമുല, 1 പ്ലസ് P1 plus etc. plus P1 raised to K1 into 1 plus P2 plus etc. plus P2 raised to K2 etc. എത്ര ഫാക്ടേഴ്സ് ആയിട്ട് നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു അതുപോലെ 1 plus P3 plus etc. plus P3 raised to PR അല്ലെ, 1 പ്ലസ് PR റേസ് ടു KR. ഇതാണ് നമ്മുടെ ഫോം എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ്. അപ്പൊ ഇത് നമ്മൾ ഏതിനെയാ കണ്ടുപിടിച്ചേ, 340 ആണ് അല്ലെ. ഇതേപോലെ തന്നെ നമുക്ക് എന്തും കണ്ടുപിടിക്കാം, 466 കണ്ടുപിടിക്കാം. പക്ഷെ 466 കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് ഇത്രയും പാടില്ല. കാരണം എന്തെന്നറിയോ, 466 ഫാക്ടറൈസ് ചെയ്ത 2 ടൈപ്സ് 3 അല്ലെ. എന്താണ് 2 233 അല്ലെ. 233 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണ്. കാരണം അതുകൊണ്ട് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൂടുതൽ അങ്ങോട്ട് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 466 നമുക്ക് എങ്ങനെ എഴുതാന്ന് വെച്ചാൽ 2 into 233 എന്ന് മാത്രമേ നമുക്ക് അതിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതിന്റെ ഡിവൈസേഴ്സ് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ നമുക്ക് എന്തൊക്കെ എഴുതാം, 1 എഴുതാം, 2 എഴുതാം, 233 എഴുതാം, പിന്നെ നമ്മുടെ 466 ആ നമ്പർ എഴുതാം. അപ്പൊ ഇതിന്റെ പ്രോപ്പർ ഡിവൈസേഴ്സ് അല്ലേ നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രോപ്പർ ഡിവൈസേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്, 1, 2, 233 ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ സമ്മാണ് ചോദിച്ചല്ലേ. അപ്പൊ നമുക്കിനി വേറെ വല്ലതും നോക്കണം, ആകെപ്പാടെ കുറച്ചേ ഉള്ളല്ലേ. സം ഓഫ് പ്രോപ്പർ സബ് ഡിവൈസേഴ്സ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 2 പ്ലസ് 233. വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 233 പ്ലസ് 2 235 1 236. അപ്പൊ ഇതാണ് ഇവിടത്തെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമുക്ക് പെട്ടെന്ന് തീരും. മറ്റേനകത്ത് പവർ ഒക്കെ ഉള്ളതുകൊണ്ടാണ്, ഒരുപാട് ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ അത് അത്രയും ആഡ് ചെയ്യുന്നതിന് പകരം ഈ ഒരു ഷോർട്ട് കട്ട് യൂസ് ചെയ്തത്, ഫോർമുല യൂസ് ചെയ്തത്. ക്ലിയർ ആണല്ലോ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താണ്, വെരിഫൈ ദ റിമൈൻഡർ തിയറം ഫോർ ദി പോളിനോമിയൽ t plus tq plus t square plus 2 ഡിവൈഡിങ് ബൈ t plus 1. അപ്പൊ റിമൈൻഡർ തിയറം ഇവിടെ വെരിഫൈ ചെയ്യാനാണ് പറയുന്നത്. എന്താ റിമൈൻഡർ തിയറം എന്ന് പറഞ്ഞാല് അതാണ് നമ്മൾ നോക്കേണ്ടത്. പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയലിനെ എക്സ് പ്ലസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ റിമൈൻഡർ എന്ന് പറയുന്നത്
പി ഓഫ് എ ആയിരിക്കും. ഇതാണ് അതിന്റെ ഫോം എന്ന് പറയുന്നത്. ഇതാണ് റിമൈൻഡർ തിയറം. പി ഓഫ് എക്സ് എന്ന് പറയുന്ന പി ഓഫ് മൈനസ് എ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതിനനുസരിച്ച് നമുക്ക് എന്ത് പറയാം, എക്സ് പ്ലസ് എയിലെ എക്സ് മൈനസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്നുള്ള കണ്ടീഷൻ എടുക്കാം. അപ്പൊ അതാകുമ്പോഴത്തേക്കും കറക്റ്റ് ആയിട്ട് നമ്മുടെ ലെവലിൽ തന്നെ വരും. എന്താണ്, പി ഓഫ് എക്സിനെ പി എക്സ് പ്ലസ് എക്സ് മൈനസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ പി ഓഫ് എ ആണ്. കാരണം എന്ത് ചെയ്താൽ മതി, ഈ എക്സ് മൈനസ് എ 0 ആക്കിയിട്ട് എക്സ് ഈക്വൽ ടു ഇതാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഒരു പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പൊ പി ഓഫ് ടി ആണല്ലോ, പി ഓഫ് ടി ആണ് പോളിനോമിയൽ നമുക്ക് തന്നിട്ടുള്ളത്. ടി പ്ലസ് നോക്കട്ടെ, ഇതാണോ? അതെ, ടി പ്ലസ് ടി ക്യൂ പ്ലസ് ടി സ്ക്വയർ പ്ലസ് 2. അപ്പൊ ഇത് കാണുമ്പോഴേ നമുക്കൊരു കറക്റ്റ് അതിന്റെ ഒരു ജനറൽ ഫോമിലല്ലേ ഒരു പോളിനോമിയൽ കിടക്കുക. ഒരു പോളിനോമിയൽ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ജനറൽ ഫോം ഉണ്ട്. അതായത് ആദ്യം ഹയസ്റ്റ് പവർ, പിന്നെ അത് കഴിഞ്ഞ് ഓരോന്ന് കുറഞ്ഞു വരിക. അപ്പൊ ഇവിടെ ആ രീതിയിലോട്ട് നമുക്ക് ആക്കാം. അപ്പൊ ആദ്യം കിടക്കുന്ന ടി ക്യൂബ് അല്ലേ, ടി ക്യൂബ് പ്ലസ് ടി സ്ക്വയർ പ്ലസ് ടി പ്ലസ് ടി എന്ന് പറഞ്ഞാൽ 2t പ്ലസ് 2. ഇതാണ് നമ്മുടെ പോളിനോമിയൽ എന്ന് പറയുന്നത്. ഈ പോളിനോമിയലിനെ അപ്പൊ നമ്മളൊരു പോളിനോമിയൽ ഇപ്പോഴും കറക്റ്റ് പോളിനോമിയൽ ഫോമിലായല്ലേ, ഈ പോളിനോമിയലിനെ ടി പ്ലസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും റിമൈൻഡർ എന്നാണ് നമുക്ക് അത് റിമൈൻഡർ തിയറം വെച്ച് വെരിഫൈ ചെയ്യണം. അതായത് ടി പ്ലസ് 1 എന്ന് പറയുന്നത് 0ക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ ടിക്ക് പകരം എന്ത് കൊടുക്കുക, ഈ പ്ലസ് 1 ഇപ്പൊ തന്നെ -1 ആവും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പി ഓഫ് -1 നോക്കണം. അപ്പൊ എന്ത് വരും, -1 ദ ഹോൾ ക്യൂബ് പ്ലസ് -1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 into -1 plus 2. അതായത് നിങ്ങൾ വെരിഫൈ ദ റിമൈൻഡർ ഇതാണ് ചെയ്താൽ മതി. അപ്പൊ എന്ത് വരും, -1 plus 1 -2 plus 2 അല്ലെ. വെരിഫൈ റിമൈൻഡർ തിയറം ഫോർ ദി പോളിനോമിയൽ ആണ്. അപ്പൊ ഈ -2 plus 2 ക്യാൻസൽ ചെയ്യും, +1 -1 ക്യാൻസൽ ചെയ്യും. സോ നമ്മുടെ ആൻസർ എന്താണ്, 0 ആണ്. അപ്പൊ റിമൈൻഡർ എന്താണ്, 0 ആണ്. ഒരു പോളിനോമിയലില് അതായത് ടി പ്ലസ് ടി ക്യൂ പ്ലസ് ടി സ്ക്വയർ പ്ലസ് 2 എന്ന് പറയുന്ന പോളിനോമിയലിനെ ടി പ്ലസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ നമുക്ക് കിട്ടിയ റിമൈൻഡർ 0 ആണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് ഒറിജിനൽ ഡിവിഷൻ മെത്തേഡിൽ ഒന്ന് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ നമുക്കത് വെരിഫൈഡ് ആകത്തില്ലേ. അപ്പൊ നമ്മളിപ്പോ റിമൈൻഡർ തിയറം വെച്ച് ചെയ്തപ്പോ റിമൈൻഡർ എന്ത് കിട്ടി, 0 എന്ന് പറഞ്ഞ് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, അതിന് ലോങ് ഡിവിഷൻ മെത്തേഡിൽ ഒന്ന് ചെയ്ത് നോക്കാണ്. റിമൈൻഡർ തിയറം വെരിഫൈഡ് ആണോ അല്ലയോ നമുക്ക് നോക്കാം. അപ്പൊ എന്താണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ടി ക്യൂബ് പ്ലസ് ടി സ്ക്വയർ പ്ലസ് 2t പ്ലസ് 2 എന്ന് പറയുന്ന പോളിനോമിയലിനെ ടി പ്ലസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് ടേം എടുക്കുക ടി ക്യൂബ്, ഇവിടെ ഫസ്റ്റ് ടേം എടുക്കുക ടി. അപ്പൊ ആദ്യത്തെ 2 എന്നുള്ള ആദ്യത്തെ ടേം എടുത്തു. എന്നിട്ട് ടിയുടെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ ടി ക്യൂബ് കിട്ടും എന്നുള്ളതാണ് നോക്കേണ്ടത്. ടിയുടെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ ടി ക്യൂബ് കിട്ടും എന്നാണ്. അപ്പൊ നമുക്കറിയാം ടിയുടെ കൂടെ എന്ത് ചെയ്യാൻ മതി, ടി സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. അപ്പൊ നമുക്കത് മൾട്ടിപ്ലൈ ചെയ്താലോ, ടി സ്ക്വയർ ഇൻറ്റു ടി ക്യൂബ് പ്ലസ് ടി സ്ക്വയർ. ഇനി നമുക്കതങ്ങ് സബ്ട്രാക്ട് ചെയ്യാം അല്ലെ. അപ്പൊ ഇത് രണ്ടും മൈനസ് ചെയ്യുമ്പോൾ ഇത് 0 ആവും, ഇതും 0 ആവും. അപ്പൊ ഇനി അടുത്ത് എന്ത് ചെയ്താൽ മതി, നേരെ അടുത്തത് ഇറക്കി എഴുതുക 2t പ്ലസ് 2. അതാണ് ബാക്കിയുള്ള ടേംസ്, അത് കംപ്ലീറ്റ് എടുത്ത് എഴുതി. ഇനി നോക്കി, ഇവിടത്തെ ആദ്യത്തെ ടേമും ഇവിടത്തെ ആദ്യത്തെ ടേമും എടുക്കുക. ടിയുടെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ 2t കിട്ടും എന്ന് നോക്കുക. എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ 2t കിട്ടും, ടിയുടെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്താൽ അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, +2. അപ്പൊ 2t പ്ലസ് 2, അതായത് റിമൈൻഡർ എന്ത് കിട്ടി, വീണ്ടും സബ്ട്രാക്ട് ചെയ്തപ്പോ റിമൈൻഡർ എന്ത് കിട്ടി, 0. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, റിമൈൻഡർ തിയറം വെച്ച് ചെയ്തപ്പോഴത്തേക്കും ലോങ് ഡിവിഷൻ വെച്ച് ചെയ്തപ്പോഴും റിമൈൻഡർ എന്ത് കിട്ടി, 0 കിട്ടി. അപ്പൊ നമ്മൾ വെരിഫൈഡ് ആയണല്ലോ. ഇനി നമുക്ക് പറയാം, റിമൈൻഡർ 0 ആണെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം, അത് അതിന്റെ ഫാക്ടർ ആണെന്ന് പറയാം. ഈ കാര്യം കൂടെ ഞാൻ ഇതിന്റെ കൂടെ പറഞ്ഞു പോവാ. ഇപ്പൊ ഈ ഒരു പോളിനോമിയലിലെ ടി പ്ലസ് 1 വെച്ച് ചെയ്തപ്പോ റിമൈൻഡർ 0 കിട്ടിയെങ്കിൽ നമുക്ക് പറയാം ഈ പോളിനോമിയലിന്റെ ഒരു ഫാക്ടർ ആണ് ആരെന്ന് പറയുന്നത്, ടി പ്ലസ് 1 എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അടുത്ത ക്വസ്റ്റിനോട്ട് പോവാമോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ഇഫ് the product of roots of the equation 2ky square plus 12y plus 4k minus 2 equal to 0 is -1. അതായത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത്. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട്സിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് -1 ആണ്. അപ്പൊ നമുക്ക് കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് മുന്നേ നമുക്ക് 2 കാര്യം പറയാം. അതായത് ഒരു ക്വാഡ്രാറ്റിക് എന്ന് വെച്ചാൽ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്, ax square plus bx plus c is equal to 0.
ഇതിന്റെ റൂട്ട്സ് ആൽഫയും ബീറ്റയും ആണെങ്കിൽ നമുക്ക് പറയാം ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? മൈനസ് ബി ബൈ എക്ക് ഈക്വൽ ആയിരിക്കും. അതായത് മൈനസ് ഓഫ് കോയിഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോയിഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് ഈക്വൽ ആയിരിക്കും. പിന്നെ ആൽഫ ബീറ്റ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? സി ബൈ എക്ക് ഈക്വൽ ആയിരിക്കും. സി ബൈ എ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റന്റ് ടേം ഡിവൈഡഡ് ബൈ കോയിഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും. അപ്പോ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷന് രണ്ട് റൂട്ട്സ് ഉണ്ട്, ആൽഫയും ബീറ്റയും എങ്കിൽ അതിന്റെ സം എന്ന് പറയുന്ന റൂട്ട്സിന്റെ സം എന്ന് പറയുന്നത് മൈനസ് ബി ബൈ എക്ക് ഈക്വലും പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? സി ബൈ എക്ക് ഈക്വലും ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് എയുടെ വാല്യൂ ഇവിടെ എന്താണ്? ഇവിടെ എക്സിന് പകരം വൈയിലാണ് ഇക്വേഷൻ അല്ലെ? അപ്പൊ എയുടെ വാല്യൂ 2k, ബിയുടെ വാല്യൂ 12, സിയുടെ വാല്യൂ 4k മൈനസ് 2. നമുക്കറിയാം പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് എന്താണെന്നുള്ളത് -1 ആണ് അല്ലെ? അതായത് പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് എന്ന് പറയുന്നത് -1 ആണ് തന്നിട്ടുള്ളത്. പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് ഈസ് ഈക്വൽ ടു -1. അതായത് എന്താണ്? സി ബൈ എ ആണ് ഇവിടെ എന്ത് തന്നിരിക്കുന്നത്? -1 എന്ന്. അപ്പൊ സി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? 4k മൈനസ് 2 ബൈ എ എന്ന് പറഞ്ഞാൽ 2k ആണ് അല്ലെ? 4k മൈനസ് 2 ബൈ 2k എന്ന് പറയുന്നത് -1 ആണ്. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 4k മൈനസ് 2 ഈക്വൽ ടു -2k എന്ന് കിട്ടും. അതായത് 4k പ്ലസ് 2k ഈക്വൽ ടു 2. ഈ -2k ഇപ്പുറത്ത് വരുമ്പോൾ +2k, ഈ -2 ഇപ്പുറത്ത് വരുമ്പോൾ +2. അപ്പൊ 6k ഈക്വൽ ടു 2, ദാറ്റ് ഈസ് k ഈക്വൽ ടു 2/6. അതായത് എന്ത് വരും? 1/3. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് k? 1/3. അപ്പൊ നമ്മള് ഇവിടെ ഓർത്തിരിക്കേണ്ടത് ഈ കോൺസെപ്റ്റ്സ് ആണ്. എന്തൊക്കെയാണ്? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ a² പ്ലസ് bx പ്ലസ് c ആണെങ്കിൽ അതിന്റെ റൂട്ട്സ് ആൽഫയും ബീറ്റയും ആണെങ്കിൽ സം ഓഫ് റൂട്ട്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്സ് ഈസ് ഈക്വൽ ടു സി ബൈ എ. ഇതാണ് നമ്മുടെ ഫോം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടെ എന്ത് കിട്ടി? 1/3. ഞാൻ വാല്യൂസ് അതെല്ലാം എഴുതിയിട്ടുണ്ട് കേട്ടോ, അതനുസരിച്ച് നോക്കാം. ഇനി for what value of m the following system of linear equations have infinitely many solutions. അപ്പൊ ഒന്നായി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്താണ്? a1x പ്ലസ് a1x പ്ലസ് a2 അല്ലെ? a1x പ്ലസ് a2 a1x1 പ്ലസ് a1x അല്ലെ? ഒരു മിനിറ്റ്. a1x പ്ലസ് b1y a1x plus a2y plus a3 equal to 0. അതുപോലെ b1x plus b2y plus b3 ഈക്വൽ ടു 0 ആണെങ്കിൽ a1 ബൈ b1 എന്ന് പറയുന്ന റേഷ്യോ എടുക്കാം, a2 ബൈ b2 എന്ന് പറയുന്ന റേഷ്യോ എടുക്കാം, a3 ബൈ b3 എന്ന് പറയുന്ന റേഷ്യോ എടുക്കാം. ഈ മൂന്ന് റേഷ്യോയും ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ആണെന്ന് പറയാം. ഈ മൂന്ന് റേഷ്യോയും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ എന്ന് പറയാം. a1 ബൈ b1 നോട്ട് ഈക്വൽ ടു a2 ബൈ b2 ആണെങ്കിൽ നമുക്ക് പറയാം യൂണിക് സൊല്യൂഷൻ ആണെന്നും, a1 ബൈ b1 ഈക്വൽ ടു a2 ബൈ b2 നോട്ട് ഈക്വൽ ടു a3 ബൈ b3 ആണെങ്കിൽ എന്താണ്? നോ സൊല്യൂഷൻ എന്നാണ് പറയുന്നത്. ഇതാണ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് ഇവിടെ എന്ത് പറയാം? m+1 ബൈ m പ്ലസ് 8 ബൈ m പ്ലസ് 3 അല്ലെ ഈക്വൽ ടു ആണ് ഇവിടെ എല്ലാം. m+1 ബൈ m അതായത് എക്സിന്റെ ഇവിടത്തെ കോയിഫിഷ്യന്റ് ഇത്, ഇവിടത്തെ കോയിഫിഷ്യന്റ് ഇത്, വൈയുടെ കോയിഫിഷ്യന്റ് 8, m പ്ലസ് 3. പിന്നെ ഉള്ള എന്താണ്? 4m 3m മൈനസ് 1. അപ്പൊ ഇത് എടുക്കുന്നു. മൂന്നെണ്ണം ഈക്വൽ ആണ്, കാരണം ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആയതുകൊണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യത്തെ രണ്ടെണ്ണം എടുക്കുന്നു, എമ്മിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ പോവാണ്. അതായത് m+1 ഇൻറ്റു m+3 ഈസ് ഈക്വൽ ടു 8m ആണല്ലോ. m+1 into m+3 is equal to 8m. അതായത് m² പ്ലസ്
ഇത് രണ്ടും കൂടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? n സ്ക്വയർ പ്ലസ് 3m പ്ലസ് m, അതായത് 4m പ്ലസ് 3 ഈക്വൽ ടു 8m. അപ്പൊ എന്താ? n സ്ക്വയർ പ്ലസ് 4m പ്ലസ് 3 മൈനസ് 8m ഈസ് ഈക്വൽ ടു 0 ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് പറയാം? n സ്ക്വയർ മൈനസ് 4m പ്ലസ് 3 ഈസ് ഈക്വൽ ടു 0. അപ്പൊ ഇതിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഫാക്ടറൈസ് ചെയ്താലേ എമ്മിന്റെ വാല്യൂ കിട്ടുള്ളൂ. എന്തൊക്കെയാണ്? ഏതോ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ -4ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3യും കിട്ടണം അല്ലെ. അത് ഏതൊക്കെ നമ്പേഴ്സാ? ഏതോ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ -4, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3. ഏതാണ്? കാരണം ഇത് മൈനസും ഇത് പ്ലസും ആയതുകൊണ്ട് രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ഏതൊക്കെ പറയാം? -3യും -1 അല്ലെ. -3 ഇഞ്ച് -1 പ്ലസ് 3, -3 -1 -4. അപ്പൊ m സ്ക്വയർ മൈനസ് ഇതിനെ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ച് ചെയ്യുവാണ്, പ്ലസ് 3 ഈസ് ഈക്വൽ ടു 0. ഇവിടെ m ഇൻറ്റു m -3 -1 ഇൻറ്റു m -3 ഈസ് ഈക്വൽ ടു 0. അതായത് m -1 ഇൻറ്റു m -3 ഈസ് ഈക്വൽ ടു 0. സോ എമ്മിന്റെ വാല്യൂസ് എന്തൊക്കെ കിട്ടി? 1,3. എമ്മിന്റെ വാല്യൂസ് എന്തൊക്കെ കിട്ടി? 1,3 എന്ന് കിട്ടി. ഇനി ഇതിനകത്ത് ഏതാണ് നമ്മുടെ വാല്യൂ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് 1 എടുക്കുന്നു. ഫസ്റ്റ് 1 എന്ന് പറയുന്നത് ഫസ്റ്റ് 1 നമ്മൾ എടുക്കുകയാണ്. ഫസ്റ്റ് 1 എന്ന് പറയുന്നത് ഏതാണ്? ഈ m പ്ലസ് 1 ബൈ m അല്ലെ. അപ്പൊ എമ്മിന്റെ വാല്യൂ നമ്മൾ ആദ്യം എന്ത് കൊടുക്കാൻ പോവാ? എമ്മിന് 1 കൊടുക്കാൻ പോവാണ്. ഫസ്റ്റ് 1 പുട്ട് m ഈക്വൽ ടു 1. എമ്മിന് 1 കൊടുക്കുമ്പോൾ എന്ത് വരും? 1 പ്ലസ് 1 ആദ്യത്തെ അടുത്ത് കൊടുക്കുവാണ്. 1 പ്ലസ് 1 2 ബൈ 1 അല്ലെ, ഈക്വൽ ടു 8 ബൈ 1 പ്ലസ് 3 4. അടുത്തത് എന്താ? 4 ബൈ 3 മൈനസ് 1 2. അപ്പൊ 2 ഈക്വൽ ടു 2 ഈക്വൽ ടു 2. അപ്പൊ m 1 ആയപ്പോ ഇതൊന്ന് സാറ്റിസ്ഫൈഡ് ആയല്ലേ. ഇനി അടുത്ത നമ്മൾ എമ്മിന് അടുത്ത എന്ത് കൊടുക്കുന്നു? 3 കൊടുക്കുന്നു. 3 പ്ലസ് 1 4 ബൈ 3 ഈക്വൽ ടു 8 by 3 plus 3 6 equal to 4 into 3 12 by 3 into 3 9 minus 1 8 അല്ലെ. അപ്പം 8ഉം 6ഉം കൂടെ എന്തിൽ ക്യാൻസൽ ആവും? 2ൽ ക്യാൻസൽ ആവും അല്ലെ. 4 2s are 8, 3 2s are 6. പിന്നെ എന്താണ്? 12 8ഉം 4ൽ ക്യാൻസൽ ആവും അല്ലെ. 4 എന്താണ്? 4 3s are 12 and 4 2s are 8. അപ്പോ 3 ഈക്വൽ ആയോ? അല്ല, കണ്ടീഷൻ ഇവിടെ ഹോൾഡ് ചെയ്തില്ല അല്ലെ. അപ്പൊ എമ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ആണെങ്കിൽ എമ്മിന്റെ വാല്യൂ എന്താണ്? 1 ആണ്. എമ്മിന്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. ഓക്കെ ആണല്ലോ. കണ്ടോ? ആദ്യത്തെ മാത്രമേ ഇവിടെ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. എമ്മിന് 1 കൊടുത്തപ്പോ 3ഉം ഹോൾഡ് ചെയ്യുന്നുണ്ട്. എമ്മിന് 3 കൊടുത്തപ്പോ 3ഉം ഹോൾഡ് ചെയ്യുന്നില്ല. സോ m ഈക്വൽ ടു 1 ഈസ് ദ സൊല്യൂഷൻ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആണെങ്കിൽ ഇതാണ് കണ്ടീഷൻ. അത് ഓർത്തു വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Calculate the sum of all numbers divisible by 8 in between 200 and 650. 200നും 650ക്കും ഇടയ്ക്ക് 8 കൊണ്ട് ഡിവിസിബിൾ ആകുന്ന എല്ലാ നമ്പേഴ്സിന്റെയും സം കണ്ടുപിടിക്കുക. അതാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താന്ന് വെച്ചാൽ 200നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കാരണം നമുക്ക് സീക്വൻസ് കിട്ടണ്ടേ. ഇപ്പൊ 200 നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ എന്ത് വരും? 8 2s are 16 അല്ലെ. ബാലൻസ് 40, 8 5s are 40 അല്ലെ, 40. അപ്പൊ നമ്മൾ നോക്കിയപ്പോ 200 8 കൊണ്ട് ഡിവിസിബിൾ ആവുന്നു. പക്ഷെ ബിറ്റ്വീൻ എന്ന് പറയുന്നുണ്ട് 200 കഴിഞ്ഞ അടുത്ത നമ്പർ, അതായത് 208 മുതൽ സ്റ്റാർട്ട് ചെയ്യും. 208 കഴിഞ്ഞ അടുത്ത 216 ഇങ്ങനെ പോലെ. പക്ഷെ ഇത് 3 എഴുതി പോകുന്ന ബുദ്ധിമുട്ടല്ലേ. 650ക്ക് അകത്ത് വരെയുള്ള നോക്കണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലാസ്റ്റ് നമ്പർ എടുക്കാൻ വേണ്ടി വീണ്ടും എന്ത് ചെയ്യുന്നു? 658 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ 8 8s are 64, ബാലൻസ് 1 0 10, 1 8s are 8, ബാലൻസ് 2. അപ്പൊ ലാസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇതിന് എന്ത് ചെയ്താൽ മതി? 650നെ 2 കൊണ്ട് ഡിവൈഡ് മൈനസ് ചെയ്താൽ മതി, സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പൊ എന്ത് കിട്ടി? 648. സോ ദാറ്റ് ഈസ് അവർ ലാസ്റ്റ് നമ്പർ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു എന്ത് കിട്ടി? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് കിട്ടി അല്ലെ. ഒരു ഫിക്സഡ് നമ്പർ, അതായത് 8 ആഡ് ചെയ്ത് പോകുന്നു. അപ്പൊ ഇവിടത്തെ ഫസ്റ്റ് നമ്പർ 208, ലാസ്റ്റ് നമ്പർ 648 ആൻഡ് ദ കോമൺ ഡിഫറൻസ് ഈസ് 8 അല്ലെ. നമുക്ക് ഫോർമുല അറിയാം. n/2 Sn is equal to n/2 into
2a plus n minus 1 into d അല്ലെ, അല്ലെങ്കിൽ എന്താണ് ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം n/2 into ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. പക്ഷെ എന്നിന്റെ വാല്യൂ ഇവിടെ ഉണ്ടോ? ഇതിന്റെ ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ടെന്നുണ്ടോ? ഇല്ലല്ലേ. അപ്പൊ നമുക്ക് n കണ്ടുപിടിക്കണം. n എന്ന് പറഞ്ഞാൽ എന്താ? xn മൈനസ് x1 ബൈ d പ്ലസ് 1. ഇതാണ് ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. അതായത് 648 മൈനസ് 208 ഡിവൈഡഡ് ബൈ 8 പ്ലസ് 1. അപ്പൊ 648 മൈനസ് 208 എന്ന് പറയുമ്പോ എത്ര വരും? 0 4 4 440. 440നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാനാ പറയുന്നത്? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാനാ പറയുന്നത് അല്ലെ. 8 5 are 40, 40, 8 5 are 40. അതായത് 55 പ്ലസ് 1. അതായത് മൊത്തം എത്ര ടേംസ് ഉണ്ട്? 56 ടേംസ് ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കാം? 56 by 2 into ഫസ്റ്റ് ടേം 208 പ്ലസ് ലാസ്റ്റ് ടേം 648. അപ്പൊ 56 by 2 എന്ന് പറയുമ്പോ എന്ത് വരും? 28 വരും അല്ലെ. 28 into ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 208 പ്ലസ് 648. 8 2s are 16, 1 balance 5, 6 2s are 8 അല്ലെ. 856. അപ്പൊ 28നെ 856 കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 28 into 856 അല്ലെ. അപ്പൊ എന്ത് വരും? 8 6 are 48, 4 balance, 8 5 are 40, 44, 4 balance, 8 8 are 64, 68. അടുത്ത എന്ത് വരും? 6 2s are 12 അല്ലെ. 1 balance, 5 2s are 10, 1 11, 1 balance, 8 2s are 16 plus 1 17. അപ്പൊ 8 6 6 9 13 1 23. സോ 2 3 9 6 8. ഇതാണ് അവിടുത്തെ ഫോർമുല. അപ്പൊ സം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? ഞാൻ ഇവിടെ അതേ ഫോം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. n/2 into a plus l. അപ്പൊ ഇവിടെ ഫസ്റ്റ് നമ്പർ ഞാൻ എടുത്തേക്കുന്നത് എന്താണ്? 200 തന്നെയാണ്. ബിറ്റ്വീൻ എന്നുള്ള കേസ് വിട്ടുപോയി. 200 തന്നെയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. അതാണ് ആൻസർ ഇങ്ങനെ വരുന്നത്. അപ്പൊ ഫസ്റ്റ് ടേം കോമൺ ഡിഫറൻസ് ലാസ്റ്റ് ടേം. അപ്പൊ 648 മൈനസ് 200 ബൈ 8 പ്ലസ് 1 എന്നുള്ള രീതിയിലാണ് എടുത്തത്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്? 57 ടേംസ് വന്നത്. അതായത് 200 ഇൻക്ലൂഡ് ചെയ്തില്ല. ഇവിടെ 200 നമ്മൾ ഇൻക്ലൂഡ് ചെയ്തില്ല. അതുകൊണ്ടാണ് അവിടെ എന്ത് വന്നത്? 56 എന്ന് വന്നത്. അപ്പൊ സം ഓഫ് ഓൾ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 8 ഇൻ ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ 200നും 650ക്കും ഇടയ്ക്ക്. 200 ഈസ് നോട്ട് ദ ഫസ്റ്റ് നമ്പർ. അത് ഞാൻ തെറ്റിച്ച് തരാം കേട്ടോ.